അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഈ ബി എൽ ഒ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജോലി ഭാരമാണോ മാത്രമായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അത് ജോലിഭാരം മാത്രമല്ല. ജോലിഭാരം ബി എൽ ഒമാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലിഭാരമാണ്. പക്ഷെ ജോലിഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം. നിങ്ങൾക്ക് കാങ്കോൽ ആലപ്പുഴമ്പ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. CPM-ന് അതിപ്രസരമുള്ള ഒരു പഞ്ചായത്താണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിൽ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ ഫോം കീറിക്കളയുന്ന ഒരു പഞ്ചായത്ത്. അവിടെ BLO-മാരെ സ്വാധീനിച്ചുകൊണ്ട് BLO-മാരെ നിയന്ത്രിച്ചുകൊണ്ട് CPM-ന്റെ നേതൃത്വം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല, ഞങ്ങൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ CPM-കാര് BLO-മാരെ സ്വാധീനിച്ചുകൊണ്ട് കള്ള വോട്ടുകൾ നിർബാധമായി കള്ള വോട്ടുകൾ ചേർക്കുന്നുണ്ട്. അതിന് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാങ്കോൽ ആലപ്പുഴമ്പ് പഞ്ചായത്തിൽ ഈ പറയുന്ന BLO-നെ CPM-കാർ ഭീഷണിപ്പെടുത്തി. ഇവിടെ കാങ്കോല് അവിടെ BLO ഈ പറയുന്ന ബൂത്തിലെ BLO-യ അനീഷ് ജോർജ് നമ്മുടെ BLA ആയിട്ടുള്ള വൈശാഖിനെയും കൂട്ടിയാണ്, വൈശാഖിനും അതുപോലെ തന്നെ CPM-ന്റെ BLA അല്ല കൂടെ പോയത്, CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ. ഈ BLA-മാരെ നിയമിക്കുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് BLA-മാരെ നിയമിക്കുന്നത്. BLA-മാര് എന്ന് പറഞ്ഞാൽ അതാത് പാർട്ടികളുടെ നേതാക്കന്മാർ ഓതറൈസ് ചെയ്യുന്ന ഒപ്പിട്ട് കൊടുക്കുന്നവർ മാത്രമേ BLA-മാരായി അംഗീകരിക്കപ്പെടും. ആ BLA-മാർക്ക് BLO-യുമായും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായും അത്തരം സ്ഥാപനങ്ങളുമായും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള ധാർമ്മികമായ അവകാശമുള്ളവർ BLA-മാരാണ്. അപ്പൊ BLO ഈ SIR-ൽ പ്രത്യേകം പറയുന്നത് BLO-മാര് വീടുകളിൽ പോകുമ്പോൾ BLA-മാരെയും കൂട്ടിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ BLA-മാരെ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ പ്രൊസീജിയർ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതാണ് BLA പോസ്റ്റ്. അപ്പൊ അവരും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇതിന്റെ പ്രോസസ്സുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും സാധിക്കും. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള വൈശാഖും CPM-ന്റെ BLA ആയ റഫീഖ് അല്ല പോകുന്നത്, മറിച്ച് പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോകുന്നത്. ആ കൂടെ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസം ഈ ചന്ദ്രന് പകരം DYFI-യുടെ പ്രജോദാണ് കൂടെ പോകുന്നത്. സത്യത്തിൽ ഇതിന് കൂടെ പോകേണ്ടത് CPM-ന്റെ BLA ആണ്. ആ BLA അല്ല പോകുന്നത്, ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ DYFI നേതാവും ഒക്കെയാണ് പോകുന്നത്. നമ്മളെ പോയിട്ടുള്ളത് BLA ആയിട്ടുള്ള വൈശാഖാണ്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്.